മുണ്ടക്കൈ ചൂരൽമല ദുരന്തം നടന്ന് 2 വർഷമാകുമ്പോഴും ദുരന്തബാധിതരുടെ പുനരധിവാസം ഇനിയും പൂർത്തിയായിട്ടില്ല. രണ്ടാം ഘട്ട ലിസ്റ്റിൽ ഉൾപ്പെട്ട കുടുംബങ്ങൾക്കായാണ് സർക്കാർ ടൗൺഷിപ്പിൽ ഇനിയും വീടുകൾ ലഭിക്കാനുള്ളത്. കുടുംബങ്ങൾ ഇപ്പോഴും കഴിയുന്നത് വാടക വീടുകളിലാണ്. കാണാം ന്യൂസ് മലയാളം വാർത്താ പരമ്പര. സർക്കാരിന്റെ രണ്ടാം ഘട്ട ലിസ്റ്റിൽ ഉൾപ്പെട്ട 149 കുടുംബങ്ങൾക്കാണ് ടൗൺഷിപ്പിൽ ഇനി വീടുകൾ ലഭിക്കാനുള്ളത്. സെപ്റ്റംബർ മാസം അവസാനത്തോടെ പണി പൂർത്തിയാക്കി മുഴുവൻ വീടുകളും ദുരന്തബാധിതർക്ക് കൈമാറുമെന്നാണ് സംസ്ഥാന സർക്കാരും നിർമ്മാണ കമ്പനിയായ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയും അറിയിച്ചിട്ടുള്ളത്. എന്നാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്നതിനാൽ സെപ്റ്റംബർ മാസത്തിൽ വീടുകളുടെ നിർമ്മാണം പൂർത്തിയാകുമോ എന്ന ആശങ്കയിലാണ് ദുരന്തബാധിതർ. കൂടാതെ കഴിഞ്ഞ 2 വർഷമായി വാടക വീടുകളിലെ പരിമിതമായ സൗകര്യങ്ങളിൽ ജീവിക്കുന്നതിന്റെ ബുദ്ധിമുട്ടും ദുരന്തബാധിതർക്കുണ്ട്. ഈ 149 ആളുകൾ വളരെ പ്രയാസപ്പെട്ടിട്ടാണ് പല വീടുകളിലും കഴിയുന്നത്. പൊട്ടിയൊലിഞ്ഞ് ചോർന്നൊലിക്കുന്ന വീടുകളിലും പിന്നെ അതുപോലെ സൗകര്യങ്ങളില്ലാത്ത വീടുകളിലും അങ്ങനെ പല പല പ്രയാസങ്ങളിലാണ് ഈ ബാക്കിയുള്ള 149 പേര് കഴിയുന്നത്. ഇപ്പോൾ 1 വർഷം കഴിഞ്ഞതിന് ശേഷം എന്താ പറയുക, ഭയങ്കര സമ്മർദ്ദം വാടക കൂട്ടാൻ വേണ്ടി ഇപ്പോഴും പല ആളുകളും എഗ്രിമെന്റ് പുതുക്കാതെ വാടക കൂട്ടണം എന്ന് പറഞ്ഞിട്ട് പിന്നെ പ്രഷർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രതിസന്ധിയും കൂടി ഉണ്ട്. ആകെ 410 വീടുകളാണ് ടൗൺഷിപ്പിൽ ഒരുങ്ങുന്നത്. ഇതിൽ 178 വീടുകൾ മെയ് മാസം അവസാനത്തോടെ ആദ്യ ലിസ്റ്റിൽ ഉൾപ്പെട്ട കുടുംബങ്ങൾക്ക് കൈമാറിയ 178 വീടുകളടക്കം ആകെ 317 വീടുകളുടെ വാർപ്പാണ് ഇതുവരെ പൂർത്തിയായത്. വീടുകളുടെ പണി അടിയന്തരമായി പൂർത്തിയാക്കി തങ്ങൾക്ക് കയറി താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കണമെന്നാണ് ദുരന്തബാധിതർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് മലയാളം, വയനാട്.